ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇസ്താംബുൾ എയർപോർട്ടിൽ നിന്ന് കൈസരി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ കൈസരി എയർപോർട്ടിൽ നിന്ന് പിന്നെ കുറച്ച് ഡ്രൈവ് ഉണ്ട് ടു കപ്പഡോസിയ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നു. Thank you. Key on the door. All right. Oh, it's very warm here. Wow. തട്ടല്ലേട്ടാ ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെവൻ കേവ് ഹൗസ് കേട്ടോ. ഇത് ഒരു കേവ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വീടാണെന്നാണ് പറഞ്ഞു കേട്ടത്. അതിൻ്റെ കല്ലുകളൊക്കെ കണ്ടില്ലേ. അതേ ബാത്റൂം നോക്കിയേ, അതിമനോഹരവും സുന്ദരവുമായ നല്ല അടിപൊളി ബാത്റൂം കേട്ടോ. പിന്നെ അതേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയ റൗണ്ടിലൊരു ബെഡ് കാണാൻ സാധിക്കും. പിന്നെ അത്യാവശ്യമുള്ള കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്. ചെറിയൊരു ബെഡുണ്ട് സൈഡിൽ. ലൂക്ക് ഓൾറെഡി ടയർഡായി ബാഗ് വെച്ച് വേണ്ട. ഇവിടെ നോക്കുമ്പോൾ ആഹാ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്ട. ഇപ്പം നമ്മളുള്ളത് കപ്പഡോക്കിയ റീജിയനിലെ ഉഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. ഉഗ്രൂപ്പ്, ഗൊറേമ, അവനോസ്, ഇത് മൂന്നാണ് ഇവിടുത്തെ മെയിൻ സിറ്റീസ് കേട്ടോ. നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ്. വാഹനങ്ങൾ പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ. ആ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടി ഒരു മലയുണ്ട്. ഇതുപോലത്തെ കംപ്ലീറ്റ് ഈ ഏരിയ മലകളാണ് കേട്ടോ. ഈ ലാവ ഉറച്ചുണ്ടായ മലകൾ. നടന്ന് ടയേർഡായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ. നമ്മൾ ലഞ്ചിന് ഓർഡർ ചെയ്യുന്ന ഒരു വെറൈറ്റി സാധനം കേട്ടോ, വിത്ത് ടർക്കിഷ് ടീ. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പോരും, വന്നു കഴിയുമ്പോൾ കാണിച്ചു തരാം. അടിപൊളി സാധനമാണ്. നമ്മുടെ റൈസ് എത്തി. അതേപോലെ തന്നെ നമ്മുടെ ടർക്കിഷ് പോട്ടറി കബാബ് കേട്ടോ. ആഹാ, ടർക്കിഷ് പോട്ടറി കബാബ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യുക. കഴിക്കാത്തവർ ടർക്കിയിൽ വന്ന് തന്നെ കഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് ടർക്കിയിൽ വരാനൊരു അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ടർക്കിഷ് പോട്ടറി കബാബ്. അത് ഒരു സാധാരണ നമ്മുടെ ബീഫ് പോലെ തന്നെ, ബീഫ് തന്നെയാണ്. ബീഫിൻ്റെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്. അവരുടേതായ മറ്റേ ഒട്ടോമാൻ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാധനമുണ്ട്. സൂപ്പറാ. നല്ല ചൂട് പോട്ടറി കബാബിൻ്റെ ആ സിസിലിംഗ് സൗണ്ട് കേട്ടാ. ഓ നൈസ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് പോട്ടറി കബാബൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റിയിലേക്ക് കുറച്ച് സുവനീഴ്സ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം കേട്ടോ. സുവനീഴ്സ്, നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കാര്യങ്ങളൊക്കെ. ഫ്രിഡ്ജിലിങ്ങനെ സ്ഥലമില്ല ബാക്കി. ലൂക്ക് എവിടാ നിൽക്കുന്നേ? ഉർഗൂപ്പില് കപ്പഡോക്കിയ ഇൻ ടർക്കി, റൈറ്റ്? എന്തിനു താഴെ നിൽക്കുന്നത്? ഒരു വലിയ മല. ഈ മല എങ്ങനെ ഉണ്ടായെന്നറിയോ ലൂക്കിന്? ലാവ സ്റ്റോൺ, ലാവ ഉരുകി ഉണ്ടായ മലയാണിത്. അപ്പോൾ അത് ആ മലയിൽ ഓരോ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിത് ചെറിയ ചെറിയ അക്കോമഡേഷൻ ഏരിയ ഒക്കെ ആക്കിയേക്കണേ. കേവ് ഹോട്ടൽസ് ഒക്കെ ആക്കിയേക്കണത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഞങ്ങളൊരു നൈറ്റ് വാക്കിന് ഇറങ്ങിയേക്കാണ്ട. ഉഗ്രൂപ്പ് സിറ്റി കൂടെ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയേക്കാണ്. ഒരുപാട് ഷോപ്സൊക്കെ കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ് സുവനീഴ്സിൻ്റെ ഷോപ്സാണ്. -3 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ നടന്ന് തളർന്നു. അപ്പോൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എപ്പോഴും ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.
ഓക്കെ ഗായ്സ്, അപ്പം ഞങ്ങളുടെ ഡിന്നറെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരക്കേറിയ കപ്പഡോസിയൻ നഗരത്തിൻ്റെ ആ ഒരു കാഴ്ച ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ റൂം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അക്കോമഡേഷൻ. അപ്പം അങ്ങോട്ട് പോവുകയാണ്. 0 ഡിഗ്രിയിൽ തണുത്ത് വിറച്ച് രാവിലെ ഞങ്ങൾ കപ്പഡോക്യ കാണാൻ വേണ്ടി, കപ്പഡോക്യ നഗരം കാണാൻ വേണ്ടി, ഇന്ന് ഈസ്റ്റ് വെസ്റ്റാ, നോർത്ത്, ഈസ്റ്റ് അല്ല വെസ്റ്റ് അല്ല, നോർത്തിലേക്ക് കപ്പഡോക്യ നോർത്ത് കാണാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും മേളിലാണ്. അപ്പോൾ ബാക്കിയുള്ള അതെ രാവിലെ 8 മണി 0 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. നല്ല തണുപ്പാണ്, മുടിഞ്ഞ തണുപ്പാണ്. ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇവിടെ 0 ഡിഗ്രി അടിപൊളി. പതിനേരം വീഡിയോ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ. അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിക്കാണ്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനുള്ളൊരു പരിപാടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. വലിയ സെലക്ഷൻസും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിലും അത്യാവശ്യം നമുക്കൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ കാര്യങ്ങളാണ് എല്ലാം ഉള്ളത്. പിന്നെ ഓംലെറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടി വന്ന് നമ്മൾ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ 2-3 ഹോട്ടൽസിൽ നിന്നും കൂടി ആളുകൾ കയറാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി. Is that the hotels? This one? Yes, this one is the hotels. Oh. And that one is the brand new hotel. They are just opened this month. Oh. കപ്പഡോസിയയിലെ ഒരു ടേബിൾ മൗണ്ടൈൻ ആണ് ഈ ദൂരത്ത് കാണുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവലുണ്ട് കേട്ടോ. ഇപ്പം സമയം ഏകദേശം 10 മണിയായിട്ടോ. അപ്പോൾ ഗസ്റ്റിൻ്റെ ടൂറെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ പൈലറ്റിൻ്റെ ട്രെയിനിങ് ആണ് ഈ ഹോട്ട് എയർ ബലൂണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൈലറ്റും കോ പൈലറ്റും മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഈ 2 മലകളുടെ ഇടയ്ക്കുള്ള വ്യൂ കണ്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കപ്പഡോക്യയിൽ നമ്മൾ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്താൽ പിന്നെ കട്ട് ചെയ്യാൻ തോന്നില്ല. കാരണം ഇത് അമ്മാതിരി വ്യൂ ആണ്. എവിടെ തിരിഞ്ഞാലും വിഷ്വൽ ബ്യൂട്ടിയാണ്. ഇവിടുത്തെ വലിയൊരു സിറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ആ മലകൾ കാണുന്നില്ല ദൂരെ, ആ ഹോൾസ്, അത് ഹോട്ടൽസാണ്. അത് ഹോട്ടൽ Land of the beautiful horses. Why? Beautiful horses. Why? Because Cappadocia became a province of Persian. During that period, the people are catching wild horse from Erciyes mountain and they are trading in this region and they are giving their government as a tax. So during that period, they called Kappadocia. Today we are saying Cappadocia in English. Cappadocia, all of the same meaning, land of the beautiful horses. But nowadays it's changed into land of the beautiful balloons because everyone visit Cappadocia for fly with the balloons. Yeah. So Cappadocia is a huge area. ഇതൊരു വില്ലേജാണ് കേട്ടോ. പസബാഗ് വില്ലേജ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിൽ ആൾതാമസം ഉള്ളതും ഇല്ലാത്തതുമായ വീടുകൾ എപ്പോഴും ഉണ്ട്. ഇവരുടെ ഒരു മുസ്ലിം പള്ളിയാണ് ഇത്. ഇതുണ്ടല്ലേ പ്രാർത്ഥിക്കുന്ന സ്ഥലവും പിന്നെ ഇതുണ്ടല്ലേ പഴയ കല്ലുകളും ഒരു ഗുഹ മെയിൻറ്റെയിൻ ചെയ്ത ഗുഹയുടെ ഉള്ളിൽ തുറന്നാണ് അവരിങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീടുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വീടുകളെല്ലാം അവർ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? പുള്ളിക്കാരൻ പറയുന്നതേ ഇവിടെ 3 വലിയ വോൾക്കാനിക് മലകളുണ്ട് ഇതിൻ്റെ ചുറ്റിനും, ഒരു വലിയ ലേക്കിൻ്റെ ചുറ്റിനും. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈ മലകൾ. അത് ആ വെള്ളത്തിലേക്ക് വീണ ചാരം റോക്കായതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവർ കാലക്രമേണ ഇത് തുറന്ന് വീടുകളൊക്കെ ഉണ്ടാക്കി അതിൽ താമസിക്കാൻ തുടങ്ങിയത്. വീടുകൾ മാത്രമല്ല അവരുടെ എല്ലാം അങ്ങനെ തന്നെ. പിന്നെ പുള്ളിക്കാരൻ കാണിക്കുന്ന ആ മേളിൽ കാണുന്ന കറുത്ത ഭാഗമില്ലേ, അത് ബസാൾട്ട് റോക്സ് ആണ്. ബസാൾട്ട് റോക്സ്. ബാക്കിയുള്ള എല്ലാം ലാവ റോക്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് പുള്ളി പറയുന്നത്.
ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഏരിയ ഇല്ലേ, ഇത് കംപ്ലീറ്റ് ഹ്യൂമൻസിൻ്റെ, കംപ്ലീറ്റ് മനുഷ്യരുടെ മാത്രം. പിന്നെ ഇപ്പുറത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്നത് ആനിമൽ ഹൗസസ് ആണ്. ആ കാണുന്നത് അതിനകത്താണ് ഇവരുടെ ഹോഴ്സ്, ഷീപ്പ്, പിന്നെ പീജിയൻസ്, അവരുടെ ദൂതായിക്കില്ലേ, പഴയ വാട്സപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ആനിമൽ ഹൗസസ് ആണ് ആ കാണുന്നത്. ഇവിടെ കപ്പഡോക്കയിൽ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യണ്ട. അതായത് ഈ കാണുന്ന വീട് വിൽക്കാനിട്ടേക്കണവർ. പുള്ളി പറയണത് മോർ ദാൻ $1 million എന്ന് പറയണം. ഇത് കാണുന്നത് നേരെ കാണുന്നില്ലേ, അത് $1 million വില കൂടുതലായിരിക്കും എന്ന് പറയണത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ഭാഷയിൽ. കപ്പഡോക്കിയയിലെ ഒരു പഴയ വീടാണിത്. ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല. നമുക്കൊന്ന് കയറി നോക്കാം. ല്ലേ, ഇത് കംപ്ലീറ്റ് ലാവാ സ്റ്റോൺ ആണ്. എക്കോ വേണ്ട. ഓ ലുക്ക് സൗണ്ട് എന്തെങ്കിലും പറഞ്ഞേ. കൂവേ വേണ്ടാ. എക്കോ, ഭയങ്കര എക്കോ ആണ്. ലാവാ സ്റ്റോൺ ആണ്. ഇറങ്ങി പോവേ. ഇതുണ്ടല്ലേ മലകളുടെ ഭംഗി നോക്കി, എന്ത് മനോഹരമായ കാഴ്ച നോക്കി. ഇവിടെ വിൻ്ററാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ പുല്ലുകളെല്ലാം കരിഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നാലും എന്ത് ഭംഗിയാണ് കാണാൻ. സാധാരണ പച്ചപ്പിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ, പക്ഷെ എന്നിരുന്നാലും ഇത് ഒരു വേറൊരു രീതിയിലുള്ള കാഴ്ച തന്നെ കേട്ടോ.